ഇതിനെവിടെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നിട്ട് അതിനൊക്കെ സൈക്കോ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. തായ്ലൻഡിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണിന്ന്. ഇപ്പോൾ ഞങ്ങളുള്ളത് ബാങ്കോക്കിലെ സഫാരി വേൾഡിലാണ്. സഫാരി വേൾഡ് ബാങ്കോക്ക് എന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ വന്യജീവി പാർക്കാണ്. സഫാരി പാർക്കും മറൈൻ പാർക്കുമാണ് ഇവിടെ ഉള്ളത്. ഷോ കാണാൻ പോകുന്നത് എന്താണ്? ഇവിടെ വെയിലൊന്നും തണുക്കല്ലേ? എന്നാലും എനിക്ക് കൂളിംഗ് ഗ്ലാസ് ആക്കാൻ പറ്റൂലേ? ഡോഗ് ഷോ, വെറും ഡോഗ് ഷോ. ഒറാങ്കുട്ടൻ കഴിഞ്ഞപ്പോൾ ബെഡ് ഷോ കാണാൻ വേണ്ടി വന്നേക്കാണ്. ബെഡ് ഷോയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബേഡുകളെല്ലാം പെട്ടി മടക്കി വീട്ടിൽ പോകുന്നു കഴിഞ്ഞ്. കാരണം ഒറാങ്കുട്ടൻ ഷോയും ബെഡ് ഷോയും ഒരേ ടൈമിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറാങ്കുട്ടൻ ഷോ കുറച്ച് കണ്ടിട്ട് ബെഡ് ഷോ കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും അവരെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കഫേകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ മാംഗോ, വിനോദേട്ടൻ പിസ്തയും വാങ്ങിച്ചു. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ്. മാങ്ങയുടെ ഐസ്ക്രീം ശരിക്കും റിയൽ മാംഗോയുടെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സീ ലൈൻ ഷോയ്ക്ക് വേണ്ടി പോവാണ്. ബാഗിലിട്ടുണ്ട് പോയത്, എന്നിട്ട് അവിടെ ഇട്ട് പൊരിക്കും. ഭയങ്കര വലുപ്പല്ലേ? ഫ്ലമിംഗോ അത് തന്നെ പരിചയമില്ലാത്ത ശബ്ദം ഏതാന്ന്. ആവൂ സെറ്റടാ, കൊള്ളാം, അത് നൈസായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. കങ്കാരു കണ്ടിട്ടുണ്ടോ? കങ്കാരു കുഞ്ഞുങ്ങളെല്ലാം ഉറക്കമാണ്. എല്ലാവർക്കും ഉള്ള ഉച്ചയായതുകൊണ്ടായിരിക്കും വെയിലടിച്ചപ്പോഴേ. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലില് അവിടെ പേഷ്യൻസിന് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് ഈ സാധനം. ഇത് തുപ്പും ദേഹത്തേക്ക്. തൊടുന്നുണ്ടോ ജീനോളെ? തൊടണ്ട, ചിലപ്പോ തുപ്പും. അതെങ്ങനെ തുപ്പ്? അത് ഫുഡ് നോക്കി വരുന്നാടി. അത് കണ്ടോ? ഓ, അതാ ഞാൻ പറഞ്ഞ തുപ്പൊന്ന് പറഞ്ഞില്ല, അതിന് മുന്നേ തുപ്പി. കുറെ ലൈവായിട്ട് കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞ കള്ളന്ന് വിചാരിച്ച ആൾക്കാര്. സഫാരി വേൾഡിലെ ഏറ്റവും ആവേശകരമായ ഷോകളിൽ ഒന്നാണ് സ്പൈ വാർ. ഹൈടെക് ആക്ഷനും ത്രില്ലറുകളും നിറഞ്ഞ ഈ ഷോയിൽ രഹസ്യ ഏജന്റുമാരും വില്ലന്മാരും തമ്മിൽ നടക്കുന്ന ത്രസിപ്പിക്കുന്ന പോരാട്ടങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. വെടിയുണ്ടകളും സ്ഫോടനങ്ങളും ഹെലികോപ്റ്റർ സ്റ്റണ്ടുകളും എയർ എഫക്റ്റുകളും എന്നിവയുടെ സഹായത്തോടെ ആക്ഷനും അഡ്വഞ്ചറും ഒന്നിച്ചു ചേർന്ന ഒരു വലിയ തിയേറ്റർ അനുഭവമാണ് ഈ ഷോ വാഗ്ദാനം ചെയ്യുന്നത്.
ഇട്ട് വെച്ചേക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ജിറാഫ് ടെറസ് ആണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടെ എവിടെ വന്നാലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതുമായ സ്ക്രോളേഴ്സും ട്രോളീസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കുന്ന മൃഗങ്ങളെയൊക്കെ ഫീഡിങ്ങിനുള്ള ഒരു അവസരമുണ്ട്. അതിനായി അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് അതിനുള്ള ഫുഡ് മേടിച്ച് നമുക്ക് അവിടെ നിന്ന് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഓൾറെഡി ഫുഡ് ഉണ്ട് പാക്കേജിൽ. ഇല്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാൻ ഇവിടെ ഒരു വിഷമിച്ച് നിൽക്കുന്ന ടൈഗർ പണിയെടുപ്പിച്ച് എടുത്ത് ഉച്ചയായി 12:30 അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? ഇന്ത്യൻ ഫുഡാണ്. എനിക്ക് അവർക്ക് ഓരോ നാഷണാലിറ്റിക്ക് ഓരോ ടൈപ്പ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സഫാരി വേൾഡിലെ ഏറ്റവും ആകർഷകമായ പരിപാടികളിൽ ഒന്നാണ് ഡോൾഫിൻ ഷോ. ജമ്പിങ്, പന്തുകളി, ഡാൻസ് എന്നിവയിലൂടെ വിസിറ്റേഴ്സിന് വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഡോൾഫിൻ ഷോ. Banana. No. Big banana. No. നമ്മളിപ്പോൾ ജംഗിൾ സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ തന്നെ അടുത്ത് തന്നെ. സഫാരി വേൾഡിൻ്റെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജംഗിൾ സഫാരിയുടെ ടിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ നമ്മൾ അവരെ കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കടന്നു പോവാം. ഇതൊരു ഓപ്പൺ സൂ ആണ്. മൃഗങ്ങളെ ഒന്നും ഒരു കൂട്ടിലല്ല ഇട്ടിരിക്കുന്നത്. അവരെ സ്വതന്ത്രമായിട്ട് അഴിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കാറിൽ അവരുടെ അടുത്തേ കൂടിയൊക്കെ പോകാൻ സാധിക്കും. നമ്മൾ സഫാരി വേൾഡിൽ പോയി വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടാണ്. ഇവിടെ ഒരുപാട് ഷോപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുട്പാത്തിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വിനോദമായിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റേറ്റ് കുറവുണ്ട്, നല്ല ചൂടുണ്ട്. ഞാൻ നിന്ന് വിയർക്കുവാണ്. ഒരു വലിയൊരു സ്ട്രീറ്റ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. കുറേ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളും ഒരുപാട് കടകൾ, അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് കൂടി ചെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്, എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട്.
അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തായ്ലൻഡ് പോകാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.